ഓൺലൈനായിട്ട് ഹെയർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സ് പല ഡൗട്ട്സും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. എൻ്റെ ടെക്സ്ചർ പോലത്തെ തന്നെ ഹെയർ എനിക്ക് കിട്ടുമോ, അല്ലെങ്കിൽ എൻ്റെ എത്ര ലെങ്ത്തിലുള്ള ഹെയർ എനിക്ക് വേണം, എങ്ങനെയാണ് എനിക്ക് പറ്റുന്ന അളവിലുള്ളൊരു എക്സ്റ്റൻഷൻ സെലക്ട് ചെയ്യുന്നത്, ഇങ്ങനെ പല ഡൗട്ട്സും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഇതിനൊക്കെയുള്ളൊരു സൊല്യൂഷനാണ്. വീഡിയോ കണ്ടു തുടങ്ങാം. മിക്കവരുടെയും പ്രധാന ഡൗട്ട് എന്ന് പറയുന്നത് മുടിയുടെ ലെങ്ത്ത്, മുടിയുടെ ടെക്സ്ചർ ഇത് രണ്ടും അവരവർക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നാണ്. ആദ്യമായിട്ട് മുടിയുടെ ലെങ്ത്ത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് പറയാം. ഇതുപോലെയുള്ള എക്സ്റ്റൻഷനാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നമ്മൾ ഇയർ ടു ഇയർ ലൈനിലായിരിക്കും വെക്കുക. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് മെഷർ ചെയ്ത് തുടങ്ങേണ്ടത്. അവിടെ നിന്ന് താഴേക്ക് നമുക്ക് എത്ര ലെങ്ത്ത് വേണമോ അത്രയും ലെങ്ത്ത് നമുക്ക് മെഷർ ചെയ്ത് പറയാം. അതായത് ഇപ്പോൾ ഈ ഹെയറിന് നമ്മൾ കാണുന്നത് 16 ഇഞ്ച് ലെങ്ത്താണ്. ഇതൊരു സ്ട്രെയിറ്റ് ഹെയർ ആയതുകൊണ്ട് 16 ഇഞ്ച് മെഷർ ചെയ്താലും 16 ഇഞ്ചോളം തന്നെ കിട്ടും. ഒരു 2 ഇഞ്ചും കൂടി താഴേക്ക് വേണമെങ്കിൽ ഒരു 18 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 20, കുറച്ചുകൂടെ ലെങ്ത് ആണെങ്കിൽ ഒരു 20 ഇഞ്ച്, അങ്ങനെ നമുക്ക് താഴേക്ക് മെഷർ ചെയ്ത് പറയാം. ഇനി ഇതേപോലെ പുറമേ കുത്തുന്ന ക്ലിപ്പ് ഓൺ ടൈപ്പ് എക്സ്റ്റൻഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മെഷർ ചെയ്യേണ്ടത് ക്ലിപ്പ് കുത്തുന്ന ഭാഗത്തു നിന്നാണ്. അവിടെ നിന്ന് താഴേക്ക് നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഒരു 12 ഇഞ്ച് ഹെയർ ആണ്. നമുക്കിതിൽ 14 ഇഞ്ചോ 16 ഇഞ്ചോ ഒക്കെ ആയിട്ട് മെഷർ ചെയ്ത് നമുക്ക് പറയാം. 12 ഇഞ്ച് തന്നെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ മുടിയോടൊപ്പം തന്നെ നിൽക്കും. ഒരു 14 ഇഞ്ചൊക്കെ ഈ മുടിക്ക് ഓക്കെ ആയിരിക്കും. ഇനി ഹെയറിൻ്റെ ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടുന്നതിനായിട്ട് ഇതേപോലെ തലയുടെ ബാക്ക് സൈഡിൽ നിന്നുള്ളൊരു ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചിരുന്നാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.